സ്വാഗതം. നമ്മുടെ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ പുതിയ വീട്ടിൽ വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിൽ ക്ലീനിങ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയ വീട് വിസിറ്റൊക്കെ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു, പൈസ കൊടുത്തു റെഡിയായി. ഞങ്ങൾ താമസം മാറ്റാൻ കുറച്ച് ദിവസത്തിന് ശേഷം താമസം പറ്റും. ഞാനിപ്പോൾ എക്സാം അതുകൊണ്ട് മാറാൻ പറ്റില്ല. കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ താമസം മാറും. അപ്പോൾ ഞാൻ വീട് ഇതാണ് ഫ്രണ്ട്സ്, നമ്മുടെ സ്റ്റുഡിയോ. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റുഡിയോ പോകുന്ന റൂമാണിത് കേട്ടോ. കുറേ എൻ്റെ അച്ഛൻ്റെയൊക്കെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഒക്കെ ഇടാൻ വേണ്ടി അമ്മയുടെയും എല്ലാവരും വീഡിയോസ് ഇടാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. യൂട്യൂബ് സെൻറ്റർ പോലെയാണ്. യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എല്ലാത്തിൻ്റെയും വീഡിയോസ് ഇടാനുള്ള സ്ഥലമാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇത് കണ്ടില്ലേ, നല്ല സ്ഥലമുണ്ട് ഫ്രണ്ട്സ്. അത്രയും വീട്ടിൽ ഭയങ്കര വലുതല്ല, ഒന്നും ഭയങ്കര ചെറുതല്ല, പറ്റും. നല്ല മോളുടെ വീഡിയോസ് ഉണ്ട്. കുറച്ച് ഇവിടെ നമ്മൾ ട്രൈപോഡ് വെച്ചിട്ടുണ്ട്. ട്രൈപോഡ് റെഡിയാക്കണം. ഇത് ട്രൈപോഡ് റെഡിയാക്കാം. നമ്മൾ ട്രൈപോഡ് റെഡിയാക്കാം കേട്ടോ. ക്ലീൻ ആക്കാം. ട്രൈപോഡ് ക്ലീൻ ആക്കാം. ആദ്യം നമുക്ക് ഷെൽഫ് കുറച്ച് ക്ലീൻ ആക്കാമല്ലേ, എന്നിട്ട് ട്രൈപോഡ് ക്ലീൻ ആക്കാം. ഷെൽഫ് ക്ലീൻ ആക്കാം. ഫ്രണ്ട്സ് അപ്പോൾ എന്താണ് ആദ്യം തന്നെ ഇവിടെ ക്ലീൻ ആക്കിയതിന് ശേഷം ട്രൈപോഡിന് ക്ലീൻ ആക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ക്ലീൻ ആക്കണം ഇങ്ങോട്ട് വന്ന് ഹോളിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അത് സ്റ്റുഡിയോ ആക്കാനുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. സ്റ്റുഡിയോ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അവിടെ ആ റൂമിൽ മുഴുവൻ വീഡിയോസ് ഇടണം, അങ്ങനത്തെ ഒരു സ്പെഷ്യൽ പ്ലേസ് ആക്കാൻ വേണ്ടി. അപ്പോൾ ഞാനങ്ങനെ കുറേ നാൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്കത് എന്താ പറയുക, അതിൻ്റെ ചാൻസ് കിട്ടി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കറക്റ്റ് ആവട്ടെ എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ ക്ലീൻ ആക്കണം കേട്ടോ. ഷോക്കേസിൽ ക്ലീൻ ആക്കാൻ കേട്ടോ. അപ്പോൾ അത് നേരെ കാണുന്നതാണ്, ആ ഡോറ് കാണുന്നതാണ് കിച്ചൺ കേട്ടോ. അപ്പോൾ അത് അടച്ചിട്ടൊക്കെയാണ്, കാരണം അവിടെ കിച്ചണിലൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ എന്തോ പറയുന്നുണ്ട് കേട്ടോ അച്ഛനോട്. അപ്പോൾ അച്ഛൻ ആ റൂം സൈഡ് റൂം ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോക്കേസ് കണ്ടിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ അവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ സരസ്വതി ദേവിയുടെ പടം വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. പിന്നെന്താണ് അവിടെ എൻ്റെ ചാറ്റിൻ്റെ ഒരു ട്രോഫീസ് വെക്കുകയാണ് കേട്ടോ. എൻ്റെ ചാറ്റിനും എനിക്കും പിന്നെന്താണ് അച്ഛനും കിട്ടിയ ട്രോഫീസൊക്കെ ഉണ്ട് കേട്ടോ. അച്ഛന് മറ്റേ ടീച്ചേഴ്സിൻ്റെ സ്പെഷ്യൽ ട്രോഫീസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ചാറ്റിന് കുറേ ട്രോഫി കിട്ടിയിട്ടുണ്ട്. എനിക്ക് സ്പെഷ്യൽ ട്രോഫി കിട്ടിയിട്ടുണ്ട്. മറ്റേ 10ാം ക്ലാസ് ഉന്നത വിജയിച്ച എല്ലാ കുട്ടികൾക്കും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ട്രോഫീസ് ഉണ്ട്. ഇനിയും കുറേ ഉണ്ട്, സർട്ടിഫിക്കറ്റ്സും മെഡൽസൊക്കെ ഉണ്ട്. അതൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ചേട്ടൻ്റെ കുറേ മെഡൽസൊക്കെ ഉണ്ട് കേട്ടോ. അതിവിടെ തൂക്കിയിടുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് കാണിക്കാനുണ്ട്. ഞാൻ ഓരോന്ന് തുടക്കുകയാണ്, കാരണം പൊടി ഉണ്ടാവുമല്ലോ. അപ്പോൾ വെക്കുമ്പോൾ ക്ലീനായിട്ട് വെക്കണ്ടേ. അപ്പോൾ ഷോക്കേസ് നല്ല ക്ലീനാണ്, അതുകൊണ്ട് ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നല്ല ക്ലീനാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഷോക്കേസ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ തുണി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓരോന്ന് നിങ്ങൾ ക്ലീനാക്കി നല്ലപോലെ ക്ലീനാക്കുന്നുണ്ട്. അധികം പൊടിയൊന്നും ഇല്ല. ഞാൻ നമ്മളവിടെ വെക്കുന്ന തന്നെയാണ്. എന്നാലും ഒന്നുകൂടി കുറച്ച് ചെറിയ കുഞ്ഞു പൊടി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ എന്തോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം വെച്ചു, ഇനി മറ്റേ അടുത്ത് വെക്കാൻ കേട്ടോ. അതും ചേട്ടന് കിട്ടിയതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഭംഗിയൊക്കെ ഒരു ഉണ്ട്. അപ്പോൾ അത് ക്ലീനാക്കി ഞാൻ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് എന്താണ് ഞാൻ ക്ലീൻ ആക്കാണ് കേട്ടോ ഫ്രണ്ട്സ് ഷോക്കേസ്. അപ്പോൾ എന്താണ് ഞാൻ സ്പീഡിലിട്ടുണ്ട് കേട്ടോ. സ്പീഡ് കൂട്ടിയിട്ടാണ് എന്താ പറയുക ചെയ്യണത്. കാരണം എന്താ പറയുക, ഇങ്ങനെ ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ കുറേ നേരം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ, സ്പീഡിലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോ ട്രോഫീസ് ഞാൻ അമ്മയും കൂടി ഓരോ ട്രോഫീസായിട്ട് ഞാൻ അച്ഛന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അമ്മയും കൂടി അത് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ആ ഭാഗത്താണ് ഫുൾ ട്രോഫീസ് വെച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിൽ ചേട്ടൻ്റെ പടം, പിന്നെ അച്ഛന് കിട്ടിയ പടം, പിന്നെ അടിയിൽ എനിക്ക് കിട്ടിയതും, പിന്നെ ചേട്ടന് കിട്ടിയതും, പിന്നെ ഇത് വേറെ ഒരെണ്ണം. ഇതാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അവിടെ വെച്ചേക്കുന്നതൊക്കെ ചേട്ടന് കിട്ടിയതാണ്. ഇതാണ് ഇപ്പോൾ എനിക്ക് ഞാൻ തുടയ്ക്കുന്നതാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതും വെക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അവിടെ വേറെ എന്തോ നോക്കുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്ത് എന്താണ് വെക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അവിടെ ഓരോ ഭഗവാന്റെ പടം വെക്കാണ്. ഞാനവിടെ അപ്പോൾ ഞാനങ്ങനെ നിൽക്കുമ്പോൾ അമ്മ അവിടെ അമ്മ തുറക്കും, ഞാൻ നിൽക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തോ ചോദിക്കുന്നുണ്ട്, എന്തോ പറയുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ് അതിന് ശേഷം ഞങ്ങൾ അവിടെ അതിൻ്റെ അടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്, എൻ്റെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഭഗവാന്റെ പടം വെക്കുന്നുണ്ട്, മുകളിൽ വെക്കുന്നുണ്ട്, അടിയിൽ ഞാൻ അമ്മ അവിടെ അടിയിലും വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പടവും വെക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഏറ്റവും മുകളിൽ ഭഗവാന്റെ പടം വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ വെച്ചിട്ട് ഒരുമിച്ച് സെറ്റാക്കി കണ്ടിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഏറ്റവും മുകളിൽ ഭഗവാന്റെ പടം, ആ സൈഡ് അവിടെ മുകളിലും വെച്ചിട്ടുണ്ട്. അവിടെ സരസ്വതി ദേവിയുടെ പടം, പിന്നെ ശ്രീകൃഷ്ണൻ്റെ പടം, എല്ലാവരുടെ പടം വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ നമ്മുടെ ഏറ്റവും അടിയിൽ നമ്മുടെ പടം, പിന്നെ മറ്റേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ട് കണ്ണാടികളിൽ ഇങ്ങനെ ഓരോ പോസ് കാണിക്കുക. അതിന് ശേഷം നമ്മൾ എന്താണ് ഓരോരോ സാധനങ്ങൾ എടുത്തിട്ട് അൽമാരിൽ വെക്കുന്നുണ്ട് നമ്മൾ. അത് ശരിക്കും ഡ്രസ്സിങ് ടേബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡ്രസ്സിങ് ടേബിളാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഡ്രസ്സ് വെക്കാനുള്ള സ്ഥലം മുകളിലുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പുതിയ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അതൊക്കെ എന്താണ് ഇവിടെ വെക്കാമെന്ന് വെച്ചു.
ഏറ്റവും അടിയിൽ വെക്കാന്ന് വെച്ചാൽ അതിന് ശേഷം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. ഇത് ബാത്റൂമാണ് കേട്ടോ ഫ്രണ്ട്സ്, ആ സൈഡിലുള്ളത് അറ്റാച്ച്ഡ്. അപ്പോൾ എന്താണ് ഞാൻ ഓരോന്നിങ്ങനെ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അടുക്കള കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ എന്തിനോ അടുക്കളയിൽ വന്നു, ജസ്റ്റ് കാണിച്ചു തരാനാണ് തോന്നുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അടുക്കളയിൽ വന്നത്. അപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ട് നോക്കിയതാണ് ഫ്രണ്ട്സ്. ലൈറ്റൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഇവിടെ അടുക്കള. അങ്ങനല്ലേ ഫ്രണ്ട്സ്, ഇതാണ് അടുക്കള. അപ്പോൾ എന്താണ് ഞാനിങ്ങനെ തിരിച്ച് വീണ്ടും വന്നു കേട്ടോ ഫ്രണ്ട്സിന് എന്താണ് വെക്കേണ്ടതെന്ന് നോക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും വെച്ചു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ പെട്ടെന്നാണ് ഇവിടെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ടോ. അപ്പോൾ അത് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇവിടെ ഇതെവിടെയാണ് ഏറ്റവും മുകളിലാണ് നമുക്ക് ഡ്രസ്സസും മറ്റേതൊക്കെ വെക്കാനുള്ള സ്ഥലം കേട്ടോ ഫ്രണ്ട്സ്. അവിടെ നല്ലപോലെ വെക്കാം, കാരണം അവിടെ ഹാങ്ങറിൻ്റെ ഇടാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അതുകൊണ്ട് കുഴപ്പമില്ല, സുഖമായിട്ട് വെക്കാം. മറ്റേ അൽമാരിലെല്ലാം ഉണ്ടാവും പക്ഷേ ഇതിലിപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ, സുഖമായിട്ട് വെക്കാം. അങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ് പിന്നെ അടുത്തത് ജസ്റ്റ് ഞാൻ ഓക്കെ ഞാൻ ചെക്ക് ചെയ്യാണ് കേട്ടോ ഫ്രണ്ട്സ്. ഞാനിങ്ങനെ ലൈറ്റ്സൊക്കെ ചെക്ക് ചെയ്യണം, അതാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ആ ഭാഗം അവിടെ നിന്നത്, അത് കാരണമാണ്. പിന്നെന്താണ് അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്താണ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അച്ഛനവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അച്ഛൻ നിൽക്കാമെന്ന് പറഞ്ഞ് ഞാൻ അമ്മയെ വിളിക്കാമെന്ന് പറഞ്ഞു കേട്ടോ ഫ്രണ്ട്സ്. പിന്നെയാണ് ട്രൈപ്പോഡ് കാര്യം ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടുള്ളൂ കേട്ടോ ട്രൈപ്പോഡിൻ്റെ ക്ലീനിങ്. അപ്പോൾ ട്രൈപ്പോഡ് നല്ലപോലെ ക്ലീൻ ആക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ. റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഒരു ടൈപ്പോട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ എന്താണ് ടൈപ്പോട് നമ്മളിവിടെ ക്ലീനാക്കി റെഡിയാക്കിട്ടോ. റിംഗ് ലൈറ്റ് വാങ്ങിക്കുന്നുണ്ട്. അപ്പം റിംഗ് ലൈറ്റ് പൈസ കിട്ടുമ്പോൾ വാങ്ങിക്കാൻ എന്താ പറയുക ഇവിടെ സ്റ്റൂഡിയോ കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. കുറേ കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻസ് എന്തെങ്കിലും പറയാനുണ്ട് ഫ്രണ്ട്സ്. ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വീഡിയോ ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ഇതൊക്കെ ട്രൈപ്പോഡ് ക്ലീനാക്കി സ്റ്റുഡിയോ ഒക്കെ റെഡി. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇതുണ്ടാക്കി തന്നിട്ട് ഞാൻ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാൻ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നത് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൻ ഓൾ അമർത്തുക. അതുപോലെ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യാം. ഇതുപോലെ അടിപൊളി വീഡിയോസ് ഞാൻ വരാം. സോ ബൈ, ലവ് യു ഓൾ. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.